ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫാണ്, സിമ്പിളായിട്ടുള്ളൊരു ബീഫ്. അപ്പോൾ ആദ്യം ബീഫ് കഴുകി കുക്കറിൽ വെച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീർ ചില്ലി, ഇത് മാത്രമായിട്ട് നല്ലോണം ഒന്ന് കലമ്പുക. കൈയിട്ടിട്ട് നല്ലോണം ഇളക്കി നല്ല മിക്സാക്കി കുക്കറിൽ തുള്ളി വെള്ളം ഒഴിക്കരുതില്ലേ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി പോയി. എന്നിട്ട് നേരെ കുക്കറിൽ വെക്കുക. ഒരു 6-7 അടി വിസിലടിച്ച് അത് വേവിച്ച് പുറത്ത് വെക്കുക. എന്നിട്ട് കുറച്ചൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 6-7 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയ നല്ല മൂപ്പിക്കുക. നല്ല മൂപ്പിച്ച ശേഷം ബീഫ് അതിലേക്ക് ഇടുക. ബീഫ് അതിലോട്ട് ഇട്ടിട്ട് നല്ലോണം കുറച്ച് നേരം ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് തരണം കേട്ടില്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് നല്ലൊരു റെസിപ്പിയാണ്, നല്ല റെസിപ്പി, സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ബീഫ്. അതിലായിട്ട് ലേശം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് കുരുമുളക് കൂടി തന്നെ ഉള്ളൂ. എന്നിട്ട് ലേശം കറിവേപ്പിലയും ഇതന്നെ ഉള്ളിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും അത്ര തന്നെ ഇട്ടിട്ട് കൊടുക്കും. എന്നിട്ട് നല്ലോണം കുറച്ച് നേരം നല്ല സ്റ്റീമിലിട്ടിട്ട് നല്ലോണം വേവിച്ച് നല്ലോണം ക്രിസ്പി പോലെ ആക്കുക. ഒരു മീഡിയം ലെവലിൽ ക്രിസ്പി പോലെ ആക്കുക. ഇതൊന്ന് കഴിച്ച് നോക്കുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണത്. ഞാനത് കഴിച്ച് നോക്കി, ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടില്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ബീഫ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടില്ലേ. ഭയങ്കര നല്ല റെസിപ്പിയാണ്.